ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് അഹ്സാബ് യുദ്ധം അഥവാ ഖന്തക്ക് യുദ്ധം അതിനെ സംബന്ധിച്ചായിരുന്നു. ആ യുദ്ധത്തിൻ്റെ കാരണങ്ങളും യുദ്ധത്തിൻ്റെ പര്യവസാനവും, എന്തുകൊണ്ടാണ് ആ യുദ്ധത്തിന് അഹ്സാബ് എന്ന പേര് വന്നത് എന്നും, അതേപോലെ അതിൻ്റെ മറ്റൊരു പേരായ ഖന്തക്ക് എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് എന്നുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും മസ്ജിദുൽ ഹറാമിൽ നിർഭയരായി പ്രവേശിക്കുന്നതും കഅബാലയത്തിൻ്റെ താക്കോൽ എടുക്കുന്നതും തവാഫും ഉംറയും ചെയ്യുന്നതായും, അവരിൽ ചിലർ മുടി വടിച്ചതായും മറ്റു ചിലർ മുടി വെട്ടിയതായും മദീനയിൽ വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുകയുണ്ടായി. ഈ സ്വപ്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സന്തത സഹചാരികളെ അറിയിച്ചു. അവർ സന്തോഷഭരിതരായി. ഈ വർഷം അവർ മക്കയിൽ പ്രവേശിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് പുറപ്പെടാൻ തീരുമാനിച്ചതായും ഉംറക്ക് തന്നോടൊപ്പം പുറപ്പെടാൻ തയ്യാറെടുക്കാനും അവിടുന്ന് സ്വഹാബികളോട് പറഞ്ഞു. നമുക്കറിയാം, മക്കയിൽ നിന്ന് അവർ നാട് വിട്ടു പോന്നവരാണ്. നാട് വിട്ടു പോന്ന ആളുകളെ മദീനയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത വിധം അവരെ പ്രതിസന്ധിയിലാക്കുക, അവരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക, മദീനയും അവർക്കില്ലാതാക്കുക എന്ന രൂപത്തിലുള്ള പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കിക്കൊണ്ട് മക്കക്കാർ വിവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പല യുദ്ധങ്ങളിലും ഏർപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വപ്നം. മക്കയിലേക്ക് പോവുകയാണ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നു പ്രവാചകനും കൂടെയുള്ള അനുയായികളും. അവര് തവാഫ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. ചില ആളുകളൊക്കെ മുടി വടിക്കുന്നു, ചില ആളുകളൊക്കെ മുടി വെട്ടുന്നു. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശിഷ്യന്മാരെ, സ്വഹാബികളെ അറിയിക്കുന്നു. അവർക്ക് വല്ലാത്ത സന്തോഷമായി. അവർ ഒഴിവാക്കി പോന്ന നാട്ടിലേക്ക് തിരിച്ചു പോവുക, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക, അവർക്ക് വിലക്കിയിരുന്ന മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക, അവർ ആഗ്രഹിച്ചിരുന്ന ഉംറ കർമ്മം നിർവഹിക്കുക, ഇതൊക്കെ അവരെ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്നതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. ഉംറക്ക് തയ്യാറാകുന്ന ആളുകൾ, തന്നോടൊപ്പം പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനുവേണ്ടി തയ്യാറാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു. ഹിജ്റയുടെ 6-ാം വർഷം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നാട് വിട്ട് മദീനയിലേക്ക് എത്തിയതിൻ്റെ 6-ാമത്തെ വർഷം, ദുൽഖഅദ് മാസത്തിൽ അതിൻ്റെ ആദ്യത്തിൽ തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ 1400 പേരും ഉംറ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. അവർ സാധാരണ സുരക്ഷയ്ക്ക് കൈവശം വെക്കാറുള്ള ഉറയിൽ സൂക്ഷിച്ച വാളു മാത്രമാണ് കൈവശം കരുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല ലക്ഷ്യം, മറ്റെന്തെങ്കിലും പദ്ധതികളോ പ്ലാനുകളോ ഒന്നുമില്ല. ഉംറക്ക് പുറപ്പെടുക, മസ്ജിദുൽ ഹറാമിൽ കടക്കുക, തവാഫും സഅയും ചെയ്ത് ഉംറ കർമ്മം പൂർത്തിയാക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്ര.
ആ പദ്ധതി മാത്രമേയുള്ളൂ, അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ അറബികൾ സഞ്ചരിക്കുമ്പോൾ അവർ കൈവശം വെക്കാറുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ആയുധം എന്ന നിലക്ക് ഒരു വാളുണ്ടാവും, മുറയിലിട്ട ഒരു വാൾ. അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്. അതല്ലാത്ത മറ്റൊരു സന്നാഹങ്ങളും ഒന്നും കൈവശമില്ല, കാരണം യുദ്ധം അവരുടെ ലക്ഷ്യമല്ല. അങ്ങനെ 1400 ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുറപ്പെട്ടു. ദുൽഹുലൈഫയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഉംറയ്ക്കായി ഇഹ്റാമിൽ പ്രവേശിച്ചു. ദുൽഹുലൈഫ നമുക്കറിയാം, ഇന്നത് അബിയാറു അലി എന്നാണ് അറിയപ്പെടുന്നത്. മദീനയിലെ മീഖാത്താണ്. മീഖാത്ത് എന്ന് പറയുമ്പോൾ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെ വെച്ചാണ് ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. വിവിധ മീഖാത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആ സ്ഥലം. അവിടെ നിന്ന് പറഞ്ഞത് ഇത് ഈ നാട്ടുകാർക്കും ഇതിലൂടെ കടന്നു പോകുന്നവർക്കുമുള്ള മീഖാത്താണ് എന്നാണ്. അപ്പൊ ഹജ്ജ്, ഉംറ തുടങ്ങിയ ഇബാദത്തുകൾക്ക് അതിൽ പ്രവേശിക്കുവാൻ വേണ്ടി അതിൻ്റെ തുടക്കം എന്ന നിലക്ക് അതിൽ പ്രവേശിക്കുന്ന ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള പ്രത്യേകമായ സ്ഥലമാണ് മീഖാത്ത്. അപ്പൊ മദീനയിൽ നിന്ന് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിൽ, ഇന്ന് അബിയാറു അലി എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ദുൽഹുലൈഫയിലെത്തി അവർ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചു. അങ്ങനെ അവർ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ട് ഹുദൈബിയ എന്ന സ്ഥലത്ത് എത്തി. ഈ സമയത്ത് പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളും പുറപ്പെട്ട വിവരം ഖുറൈശികൾ അറിഞ്ഞു, മക്കയിലെ ഖുറൈശികൾ അറിഞ്ഞു. അവർ ഒരു മുഷാവറ നടത്തി, കൂടിയാലോചന നടത്തി. ഏതു വിധേനയും മുഹമ്മദ് നബിയും മുസ്ലിങ്ങളും മക്കയിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന് അവർ തീരുമാനിച്ചു. തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം യുദ്ധമല്ല, ഉംറയാണ് എന്ന് ഖുറൈശികൾ അറിയിക്കാൻ തങ്ങളിൽ ഒരു ദൂതനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് അയച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ അവർ തങ്ങളുടെ അടുക്കൽ തടഞ്ഞു വെച്ചു. ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ട കടന്നു ചെന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ തടഞ്ഞു വെച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാതിരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന വർത്തമാനം മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു. എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല? എന്താണ് താമസം? ചിലപ്പോൾ അദ്ദേഹത്തെ ഖുറൈശികൾ പിടിക്കുകയും കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ടാകാം. അത്രമാത്രം ദേഷ്യം അവർക്കുണ്ട് മുസ്ലിങ്ങളോട്. ഞങ്ങൾക്ക് യുദ്ധം ലക്ഷ്യമല്ല, ഉംറയാണ് ലക്ഷ്യമെന്ന് അറിയിക്കാൻ വേണ്ടി സന്ദേശവാഹകനായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ വാർത്തയെ അറിയിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മടങ്ങി വരണ്ടേ? മടങ്ങി വന്നില്ല, താമസിക്കുകയാണ്. അപ്പൊ എന്തു പറ്റി? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് മടങ്ങി വരുന്നില്ല? അപ്പോൾ ഒരു സംശയം, അവർ ചിലപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞിരിക്കാം. ആ ഒരു വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പ്രചരിച്ചപ്പോൾ ഇതിന് പ്രതികാരം ചോദിക്കണമെന്ന ചിന്ത അവരിൽ ആളിക്കെത്തി. അങ്ങനെയാണെങ്കിൽ അത് ചോദിച്ചിട്ടേ അടങ്ങാവൂ. പ്രതികാരം ഒരു ദൂതനെ കൊന്നുകളയുക, അത് സമാധാനത്തിന്റെ സന്ദേശവുമായി കടന്നു ചെന്ന് ഞങ്ങൾക്ക് യുദ്ധം ലക്ഷ്യമല്ല, ഞങ്ങൾ ഉംറ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാനാണ് ഞങ്ങളുടെ പരിപാടി, അതുകൊണ്ട് ഉംറയാണ് ലക്ഷ്യമെന്ന് പറയാൻ വേണ്ടി ചെന്നയാളെ പിടിച്ചു വെക്കുക, അയാൾ തിരിച്ചു വരാതിരിക്കുക, അയാൾ വധിക്കപ്പെട്ടവെന്ന കിംവദന്തി പ്രചരിക്കുക, ആ ഒരു അഭ്യൂഹം നിലനിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാകണം, അതിന് പ്രതികാരം ചോദിക്കണം എന്നൊരു ചിന്തയുണ്ടാവുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബത്ത് രക്തപ്രതിജ്ഞ നടത്തിയത്, ഒരു ബൈഅത്ത് ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ പിടിച്ചുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഉസ്മാന് പകരമുള്ള ബൈഅത്താകുന്നു, ഉസ്മാന് പകരം തന്നെ. ഹുദൈബിയയിലെ ഒരു മരച്ചുവട്ടിൽ വെച്ചാണ് അത് നടന്നത്. അപ്പോൾ എല്ലാ വിശ്വാസികളും പ്രവാചകന്റെ കൂടെയുള്ള മുസ്ലിങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബൈഅത്ത് ചെയ്തു, ഇതിന് പകരം ചോദിക്കണം.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു കൈ മറ്റേ കൈയിൽ വെച്ചുകൊണ്ട് ഇത് ഉസ്മാന് വേണ്ടിയുള്ള ബൈഅത്താണ്. അങ്ങനെ ഹുദൈബിയ സന്ധി, അതായത് ഒരു മലച്ചുവട്ടിൽ വെച്ച് അവർ ആ ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിനെ ബൈഅത്തു റിദ്വാൻ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ബൈഅത്തു റിദ്വാൻ, ഹുദൈബിയയിലെ മലച്ചുവട്ടിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയുള്ള ഒരു രക്തപ്രതിജ്ഞ പ്രവാചകനോട് സഹാബികൾ നടത്തി. ആ പ്രതിജ്ഞയാണ് ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂറത്ത് അൽ ഫത്ഹ് 18 ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിലേക്ക് ഖുറൈശികൾ ദൂതന്മാരയച്ചു, അവരും ഇങ്ങോട്ട് അയച്ചു. രണ്ട് വിഭാഗത്തിനുമിടയിൽ അനുരഞ്ജന ചർച്ചകൾ നടന്നു. അതിങ്ങനെ ചർച്ചകൾ ആരംഭിക്കുന്നു. അപ്പോ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഖുറൈശികൾ തിരിച്ചറിഞ്ഞു. ഇനി ഇങ്ങനെ പോയാൽ ഇത് പ്രയാസത്തിലേക്കാണ് എത്തുക. അതവരിൽ ഭീതി പരത്തി. അതുകൊണ്ട് തന്നെ സന്ധി സംഭാഷണങ്ങൾക്കായി അവർ തയ്യാറായി. അവരുടെ ഭാഗത്ത് നിന്ന് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്നയാളെ അവർ നിയോഗിച്ചു. തൻ്റെ സംഭാഷണത്തിൽ മുഹമ്മദ് നബിയും അനുയായികളും ഈ വർഷം മക്കയിൽ പ്രവേശിക്കാതെ മടങ്ങിപ്പോകണമെന്ന കാര്യമാണ് സുഹൈൽ ഊന്നിപ്പറഞ്ഞത്. ഖുറൈശികളുടെ മധ്യസ്ഥനായി കടന്നുവന്ന ദൂതനായി കടന്നുവന്ന സുഹൈൽ ഈ സന്ധി സംഭാഷണത്തിൽ കാര്യമായി ഊന്നിപ്പറഞ്ഞത് ഈ വർഷം ഏതായാലും മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, നിങ്ങൾ മടങ്ങിപ്പോകണം. സുഹൈൽ ദീർഘമായി സംഭാഷണം നടത്തി. ഇരു വിഭാഗവും സന്ധിയിൽ എത്തിച്ചേരാൻ ധാരണയായി. സുഹൈൽ താഴെ പറയുന്ന നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. 1, ഈ വർഷം മുഹമ്മദും അനുയായികളും മക്കയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോകണം. അടുത്ത വർഷം സാധാരണ യാത്രക്കാർ ഉപയോഗിക്കുന്ന ഉറയിൽ സൂക്ഷിച്ച വാളല്ലാതെ മറ്റൊരു ആയുധവും കൈവശം വെക്കാതെ മക്കയിൽ പ്രവേശിച്ച് 3 ദിവസം താമസിക്കാം. ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടാവുകയില്ല. 10 വർഷത്തേക്ക്, രണ്ടാമത്തത് 10 വർഷത്തേക്ക് ഇരു വിഭാഗവും യുദ്ധം നിർത്തിവെക്കുക. ആ കാലത്ത് ജനങ്ങൾ നിർഭയരായിരിക്കണം. യുദ്ധത്തിന് മുതിരുന്നവരെ എല്ലാവരും അന്യോന്യം തടയണം. 3, ഖുറൈശികളിൽ നിന്നുള്ള ഏതൊരുത്തനും തൻ്റെ രക്ഷകർത്താവിൻ്റെ അനുവാദമില്ലാതെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് അഭയം തേടി വന്നാൽ, എന്ന് പറഞ്ഞാൽ വിശ്വാസിയായി മുസ്ലിമായി വന്നാൽ, അവനെ ഖുറൈശികളിലേക്ക് തന്നെ മടക്കി അയക്കണം. സ്വീകരിക്കാൻ പാടില്ല, അവനെ കൂടെ നിർത്താൻ പാടില്ല, ചേർത്ത് പിടിക്കാൻ പാടില്ല. മറിച്ച് ഇനി ആരെങ്കിലും മുഹമ്മദിന്റെ ഭാഗത്ത്, ഇപ്പോഴുള്ള മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഖുറൈശികളിലേക്ക് തിരിച്ചു പോയാൽ, ഈ മതം ഒഴിവാക്കി ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയാൽ അവരെ മുഹമ്മദിന് വിട്ടുകൊടുക്കുന്നതല്ല, വിട്ടുകൊടുക്കില്ല. എന്നുവെച്ചാൽ ഖുറൈശികളിൽ നിന്ന് ഒരാൾ മുഹമ്മദ് നബിയെ വിശ്വസിച്ചുകൊണ്ട്, ഇസ്ലാം വിശ്വസിച്ചുകൊണ്ട് നബിയിലേക്ക് വന്നാൽ അയാളെ സ്വീകരിക്കാൻ പാടില്ല, അയാളെ തിരിച്ചയക്കണം. എന്നാൽ മുഹമ്മദ് നബിയിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് ഒരാൾ ഖുറൈശികളിലേക്ക് തിരിച്ചു പോയാൽ അയാളെ മുഹമ്മദ് നബിയിലേക്ക് പിന്നെ തിരിച്ചയക്കില്ല, അയാളെ ഞങ്ങൾ സ്വീകരിച്ചെടുത്തും, തിരിച്ചുവിടില്ല. 4, മുഹമ്മദിന്റെ കൂടെ കരാറിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഖുറൈശികളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഗോത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏത് കക്ഷിയുടെ കൂടെ ചേർന്നാലും ചേരുന്നവരെ ആ കക്ഷിയുടെ ഭാഗമായി കണക്കാക്കും. ഈ ഗോത്രങ്ങളിൽ ആരുടെ നേർക്കെങ്കിലും വല്ല ആക്രമണവും ഉണ്ടായാൽ അത് ആ കക്ഷിക്കെതിരെയുള്ളതായി കണക്കാക്കും. അപ്പൊ ഒരു ഗോത്രത്തെ, ഇപ്പൊ മുഹമ്മദ് നബിയോടൊപ്പം സഖ്യം ചേർന്ന ഗോത്രങ്ങളാണെങ്കിൽ ആ ഗോത്രത്തിൽ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഇവര് മുഴുവൻ ആക്രമിച്ചായി കണക്കാക്കും. ഇനി അവർ ആക്രമിക്കപ്പെട്ടാലോ ഈ സംഘത്തെ മുഴുവൻ ആക്രമിച്ചായി കണക്കാക്കും. ഇനി ഖുറൈശികളിൽപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അത് മുഴുവൻ ആളുകളും അക്രമകാരികളാണെന്ന് കണക്കാക്കും. ഇനി അവര് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവരെ ആ ഒരു സംഘം മാത്രമല്ല ബാധകമാവുക, എല്ലാവർക്കും അത് ബാധകമാകും എന്ന രൂപത്തിലാണ് കരാറുണ്ടായത്.
പ്രത്യക്ഷത്തിൽ ഏകപക്ഷീയവും കീഴടങ്ങലുമെന്ന് തോന്നാവുന്ന നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ആ നിബന്ധനയിൽ മുസ്ലിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി വന്നതാണ് ഉംറ ചെയ്യാൻ. പക്ഷേ ആ വർഷം മടങ്ങിപ്പോകണം എന്നതാണ് ഒരു തീരുമാനം. മറ്റൊന്ന്, മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഞങ്ങളിലേക്ക് വന്നാൽ ഞങ്ങൾ അവരെ സ്വീകരിക്കും, തിരിച്ചു തരില്ല. ഞങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കണം. ഇതൊരു വല്ലാത്ത ഒരു നിബന്ധനയാണ്. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതൊരു കീഴടങ്ങലായി പോകും. ആ കരാറിന് അനുവാദം കൊടുത്താൽ, സമ്മതിച്ചാൽ, ഒപ്പിട്ടാൽ അത് ഖുറൈശികൾക്ക് ശത്രുഭാഗത്തിന് കീഴടങ്ങലാകുമെന്ന് തോന്നാവുന്ന നിബന്ധനകളാണ്. എങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ടീഷൻസ് അനുസരിച്ചു, അത് അംഗീകരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നയതന്ത്രജ്ഞതയായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ രേഖപ്പെടുത്താൻ കൽപ്പിച്ചു. അലിയെ, ഇത് എഴുതി വെക്കുക. നിബന്ധനകൾ വാക്കാലല്ലോ, കരാറുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു എഴുത്തും വായനയും അറിയുന്ന അലി റളിയല്ലാഹു അൻഹു കരാർ എഴുതി. പ്രവാചകൻ എഴുതാനോ വായിക്കാനോ അറിയില്ലല്ലോ. ഈ നിബന്ധനയിൽ ഇരുഭാഗവും സന്ധിയായി, രണ്ട് വിഭാഗവും സന്ധിയായി. അത് എഴുതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് എന്നൊക്കെ എഴുതുമ്പോൾ അതൊക്കെ തടയുന്നുണ്ട് സുഹൈൽ. മുഹമ്മദ് റസൂലുള്ള എന്നത് പറ്റില്ല, മുഹമ്മദ് റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മായ്ക്കാൻ വേണ്ടി അലി റളിയല്ലാഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, അലി റളിയല്ലാഹു, ഞാൻ എൻ്റെ കൈകൊണ്ട് മായ്ക്കില്ല, അള്ളാഹുവിൻ്റെ റസൂൽ എന്നത് ഞാൻ മായ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ തന്നെ അത് വാങ്ങിയിട്ട് അത് മായ്ച്ചു കളയുന്നുണ്ട്. അത്രത്തോളം ഒരു സന്ധിക്ക് വേണ്ടി അത്രത്തോളം വിട്ടുവീഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ കരാറുകൾ രണ്ട് വിഭാഗവും അംഗീകരിച്ചു, സന്ധിയായി. കരാർ പൂർത്തീകരിച്ചതിന് ശേഷം, കരാറായല്ലോ, ഉംറ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടികൾ ആരംഭിച്ചു. മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മുഹരിമുകളായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവര് ഇഹ്റാമിലാണ്. അതിന് തിരിച്ചു പോകാനാണ് തീരുമാനം. അപ്പോൾ ഉംറ അവസാനിപ്പിക്കണം. അപ്പോൾ ഉംറ അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകാൻ പ്രവാചക നടപടികൾ ആരംഭിച്ചു. ആദ്യമായി അവിടുന്ന് തൻ്റെ ഒട്ടകത്തെ അറുക്കുകയും മുടി കളയുകയും ചെയ്തു. അപ്രകാരം ചെയ്യാനുള്ള പ്രവാചക കൽപ്പനയിൽ മാനസികമായി ബുദ്ധിമുട്ടുന്ന സ്വഹാബികൾക്ക് അതിൽ നേതൃത്വം കൊടുക്കാൻ കൂടെയുണ്ടായിരുന്ന പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അഭിപ്രായപ്പെട്ടത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, നമ്മൾ മുടി കളയുക, അറുക്കുക, തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. ആരും അത് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒരു വിഷമം അത് ചെയ്യാൻ. ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാൻ മാനസികമായ പ്രയാസം. അപ്പോഴാണ് കൂടെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അവരത് ചെയ്യുന്നില്ല എന്ന് നബി ഉമ്മു സലമയോട് ഒരു സങ്കടം പറഞ്ഞപ്പോൾ, ഞാനത് പറഞ്ഞിട്ട് അവരത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, പ്രവാചകനെ, താങ്കൾ അത് ആദ്യം ചെയ്ത് കാണിക്കുക, താങ്കൾ ചെയ്ത പിന്നാലെ ചെയ്തോളൂ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ഒട്ടകത്തെ അറുക്കുകയും തൻ്റെ മുടി കളയുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നുകൊണ്ട് അനുകരിച്ചുകൊണ്ട് സ്വഹാബികൾ ചിലർ മുടി കളഞ്ഞു, ചിലർ മുടി വെട്ടി. വിശുദ്ധ മന്ദിരത്തെ, അപ്പൊ അതോടുകൂടി അവർ ഉംറയിൽ നിന്ന്, ഇഹ്റാമിൽ നിന്ന് പുറത്ത് ഒഴിവായി. വിശുദ്ധ മന്ദിരത്തെ തവാഫ് ചെയ്യാൻ കഴിയാതെ പോയതിൽ മുസ്ലിങ്ങൾ അതീവ ദുഃഖിതരായിരുന്നു. കൂട്ടത്തിൽ ഏകപക്ഷീയമായ കരാറിന്റെ കാര്യത്തിലും അവർ ദുഃഖത്തിലാണ്. പ്രസ്തുത നിബന്ധനകൾ ഒട്ടും ദഹിക്കാതിരുന്ന സ്വഹാബികളിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുറന്നു പറഞ്ഞു, പങ്കുവെച്ചു. പിന്നീട് ആ സംസാരങ്ങളൊക്കെ ഉണ്ട്, നമ്മളതുള്ള ഷോർട്ടായിട്ടാണ് പറയുന്നത്. പിന്നീട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, നാം നിനക്ക് പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു തുടങ്ങുന്ന സൂറത്ത് അൽ ഫതഹ് അവതരിച്ചു. ഇത് അവതരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയക്കുകയും ഈ സൂക്തം ഓതി കേൾപ്പിക്കുകയും ചെയ്തു.
ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഇത് വിജയമാണോ? ഈ തിരിച്ചുപോക്ക് വിജയമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം ബോധ്യമായി. തൻ്റെ അഭിപ്രായം അദ്ദേഹം തിരുത്തി. അദ്ദേഹം തൗബ ചെയ്തു മടങ്ങി. പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് മടങ്ങി. ഇതാണ് ഹുദൈബിയ സന്ധി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കുവാൻ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് 1400 ആളുകളോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട് ഹുദൈബിയ എന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു, ഞങ്ങൾ ഉംറയ്ക്ക് വരികയാണ്, വേറെ യുദ്ധമൊന്നും ഉദ്ദേശമില്ല, ഞങ്ങൾക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നൊരു സന്ദേശം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അദ്ദേഹത്തെ കാണാതാകുന്നു, തിരിച്ചു വരുന്നില്ല, അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന കിംവദന്തി ഉണ്ടാകുന്നു. ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയായിരുന്നു. ഈ സമയത്ത് പ്രവാചകനുമായുള്ള ഒരു പ്രതിജ്ഞ അവർ നിർവഹിച്ചു. ഒരു മരച്ചുവട്ടിൽ വെച്ച് പ്രതിജ്ഞ നിർവഹിച്ചു. വിശ്വാസികളോട് നടത്തിയ ആ പ്രതിജ്ഞ അള്ളാഹു സംതൃപ്തനാണ് എന്ന രൂപത്തിൽ ഖുർആനായത്ത് അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിജ്ഞ ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് ഈ വിഷയം ഖുറൈശികൾ മനസ്സിലാക്കുന്നു, വിഷയം രൂക്ഷമാകുമെന്നറിയുന്നു. സുഹൈൽ ഇബ്നു അംറിനെ അവർ ഒരു ദൂതനായി പറഞ്ഞേക്കുന്നു. അങ്ങനെ കരാറുണ്ടാകുന്നു. ഹുദൈബിയ സന്ധി, വിവിധ കരാറുകളിൽ ഏർപ്പെടുന്നു. ആ കരാറിൻ്റെ നിബന്ധനകൾ തങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും പ്രവാചകൻ സമ്മതിക്കുന്നു. അങ്ങനെ ആ കരാർ അനുസരിച്ച് ഉംറ നിർവഹിക്കാതെ അവർ മദീനയിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ കൂടെയുള്ള മൃഗത്തെ അറുത്തുകൊണ്ട്, മുടി കളഞ്ഞുകൊണ്ടും മുടി വെട്ടിക്കൊണ്ടും സഹാബത്ത് ഇഹ്റാമെന്ന് വിരമിക്കുന്നു. അവർ മദീനയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന സൂറത്ത് ഫതഹിലെ ആയത്ത് അവതരിക്കുന്നത്. ഇത് വ്യക്തമായ വിജയമാണ്, സുവ്യക്തമായ വിജയമാണ്. ഇതിനെ എതിർത്ത ഉമർ, സംശയം ചോദിച്ച തന്റെ എതിർപ്പ് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുന്നു. ഇത് സത്യമാണോ, വിജയമാണോ, യഥാർത്ഥ വിജയമാണോ നബിയെ? അതെ എന്ന് പ്രവാചകൻ പറയുന്നു. ഉമറിന്റെ കാര്യം മനസ്സിലാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അഭിപ്രായ പ്രകടനത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, തൗബ ചെയ്യുന്നു. പ്രവാചകനും സഹാബികളും ആ വർഷം ഉംറ നിർവഹിക്കാതെ, ഹിജ്റയുടെ 6ാമത്തെ വർഷത്തിൽ ഉംറ നിർവഹിക്കാതെ മദീനയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ് ഹുദൈബിയ സന്ധി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ സന്ധിയുടെ മുമ്പായിട്ട് നടന്നതാണ് ബൈഅത്തു റിദ്വാൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, ചരിത്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.